അപ്പോൾ ദീ വീഡിയോ എൻ്റെ ഈ വിരലിൻ്റെ നേരെയുള്ള വീഡിയോ കണ്ടല്ലോ, ആരുടെ ഫോട്ടോ ആണ് അവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ ശരിക്കും കണ്ടോണം. ഈ പെൺകുട്ടിയുടെ പേര് ഹരിത എന്നാണ്, തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ എഴുതിയിട്ടാണ് കണ്ടോ, ബുള്ളറ്റ് റാണി എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഞാൻ ബുള്ളറ്റ് റാണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു റാണി ചേച്ചിയുണ്ട്, ബുള്ളറ്റ് റാണി. ആ ചേച്ചിയോടാണ്. ആ ചേച്ചി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ ഒരു കമന്റ് ഇട്ടു, മരണനാടകം നടത്തുന്നതിനിടയിൽ കൂടെ നമുക്ക് റീൽസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇഷ്യൂസ് ഉണ്ട് എന്താണെന്ന് എനിക്കിപ്പം തൽക്കാലം നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. കാരണം അപ്പോൾ ഒരു കമന്റ് ഇട്ടു, മരണനാടകം നടത്തുന്നതിൻ്റെ ഇടയിൽ റീൽസ് എടുക്കാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിച്ചിട്ടാണ് ഹരിത കമന്റ് ഇട്ടത്. അതിനെ എഴുതിയിട്ടേക്കണത് ബുള്ളറ്റ് റാണി എന്നൊക്കെയാണ് കേട്ടോ. ഫോട്ടോ വ്യക്തമായി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ നിങ്ങളെ. അപ്പം ഇനി ഫോട്ടോ റിമൂവ് ചെയ്താലും ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചോദ്യം ന്യായമാണ്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് റീൽസ് എടുക്കാനും വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാനും ടൈം എവിടെ കിട്ടുക എന്നാണ് ഹരിത ചോദിച്ചത്. അതിലൊരു അപാകതയും ഇല്ല, ന്യായമായ ചോദ്യം. അപ്പം എടുത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു റാണി ചേച്ചിയുണ്ട്, ബുള്ളറ്റ് റാണി. കമന്റ് ഇട്ടു, മരണനാടകം നടത്തുന്നതിനിടയിൽ കൂടെ നമുക്ക് റീൽസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് എന്താണെന്ന് എനിക്കിപ്പം തൽക്കാലം നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. കാരണം അപ്പോൾ കമന്റ് ഇട്ടത് ഇതാണ്, മരണനാടകം നടത്തുന്നതിൻ്റെ ഇടയിൽ നിനക്ക് റീൽസ് എടുക്കാനും അത് അയച്ചു കൊടുക്കാനും നിനക്ക് എങ്ങനെയാ കഴിയാമെന്നും ചോദിച്ചിട്ടാണ് ഹരിത കമന്റ് ഇട്ടത്. ന്യായമായിട്ടുള്ള കമന്റ് ഇടാൻ അവകാശമുള്ളത് കൊണ്ടാണല്ലോ കമന്റ് ബോക്സ് വച്ചിരിക്കുന്നത്. ന്യായമായും ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് തോന്നുന്ന ഒരു സ്വാഭാവികമായ ചോദ്യം. അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് ഇതിന് മറുപടി കൊടുക്കാൻ, നിങ്ങളോടൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് നമ്മുടെ ഇത്തു പറയുന്നത്. ദാ കണ്ടോ, ഹരിതയുടെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ബുള്ളറ്റ് റാണിക്കുള്ള മറുപടി എന്നാണ്. ഇതൊരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ഫോട്ടോയും ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇത് ഹരിതയ്ക്കുള്ള മറുപടി തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നത് ഇത് ഹരിതയ്ക്കുള്ള മറുപടിയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ കാണിച്ചിട്ട് ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നതും. ഹരിതയുടെ മുഖചിത്രം വെച്ചിട്ടുണ്ട്. അപ്പം അത് പ്ലേ ചെയ്യുമ്പോൾ ആർക്കുള്ള മറുപടിയാണ് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ബുള്ളറ്റ് റാണി എന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിലും ഹരിതയുടെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹരിതയ്ക്കുള്ള മറുപടിയാണ്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്തൊന്ന് കാണാം ആരുടെ ഫോട്ടോയാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ? പറയാൻ താല്പര്യമില്ല. കാരണം നമ്മൾ എത്രത്തോളം നമ്മളെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമ്മൾ അപരാധികളാവുക എന്നല്ലാതെ നമ്മൾ ഒരിക്കലും നിരപരാധിയാണെന്ന് ആരും പറയുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ജീവൻ നമ്മുടെ ജീവിതം ഇല്ലാതായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ നിരപരാധിയാണെന്ന് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും. നമ്മുടെ ശത്രുക്കളായിരിക്കും ആദ്യം പറയാം, അയ്യോ ഞാൻ അവളെ കുറേ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഓളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും ആ കൊച്ചോട്ട് നല്ലതായിരുന്നു എന്ന് മാത്രമേ ഇവരൊക്കെ പറയുള്ളൂ. അത് എനിക്കറിയാം. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്, ആരും പറയൂല. പ്രത്യേകിച്ച് ഞാൻ ഒട്ടും പറയൂല. ആ വാർത്ത കേൾക്കുന്നവരൊക്കെ പറയും, ഒരു ശല്യം ഒഴിഞ്ഞു, അല്ലെങ്കിൽ കേരളം രക്ഷപ്പെട്ടു, പോയത് നന്നായി എന്നൊരു മറുപടി ആയിരിക്കാം പറയാൻ സാധ്യതയുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും മുറിയിലെടുത്തു എന്ന് പറഞ്ഞ് ഈ കണ്ട അണ്ടനും അടകോടനും എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, ഇവന്മാരൊക്കെ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ചെറിയ യൂട്യൂബ് ചാനലുള്ളവരൊക്കെ ഇവർക്ക് അണ്ടനും അടകോടനും, ഇവർ മാത്രം രായാവും, ബാക്കി എല്ലാവരും അണ്ടനും അടകോടനും. അതാണ് ആറ്റിറ്റ്യൂഡ്. കമന്റ് ഇടാൻ ആർക്കും പറ്റും, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ നിനക്ക് പറ്റും. പക്ഷെ നീ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നീ ഒന്ന് സ്റ്റേണായിട്ട് നിൽക്കാൻ ശ്രമിക്കും. സ്റ്റേണായിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ നിന്റെ ആ വാടകങ്ങളിലൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് സമ്പാദിച്ച് ഈ പരിഭൂഷണ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് സ്വന്തമായിട്ട് സമ്പാദിച്ച് ഒരു വീട് മേടിക്കാൻ ആദ്യം നോക്കും. പിന്നെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടല്ലേ കുട്ടി,
അതുങ്ങൾക്കൊരു നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീ വല്ല ജോലിക്കും പോ. അതുങ്ങൾ ഈ മാമ്പഴം പിഴിഞ്ഞിട്ടും പുളി പിഴിഞ്ഞിട്ടൊക്കെയാണ് നിന്റെ മക്കൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. കേട്ടല്ലോ, ബുള്ളറ്റ് റാണി എന്ന് വിളിച്ചിട്ട് ഹരിതയുടെ ഫോട്ടോ വെച്ച ആ ഫോട്ടോയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഹരിതയ്ക്കുള്ള മറുപടിയാണ്. അത് പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്നത് ഇത്ര വലിയ അപരാധമൊന്നുമല്ല. ആ വീടില്ലാത്ത ഒരു വാടക വീട്ടിൽ താമസിച്ചേ പറ്റുള്ളൂ. നമുക്ക് പെരുവഴി കിടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടായാലും വാടക വീട്ടിൽ താമസിക്കുന്നത്. ഹരിതയുടെ കുഞ്ഞു കുട്ടികളെയാണ് ഈ പറയുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, അവരെ എന്തോ നോക്കുന്നില്ല. അതുങ്ങൾക്കൊരു നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീ വല്ല ജോലിക്കും പോ. അതുങ്ങൾ ഈ മാമ്പഴം പിഴിഞ്ഞിട്ടും പുളി പിഴിഞ്ഞിട്ടൊക്കെയാണ് നിന്റെ മക്കൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹരിതയുടെ മക്കളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അവനവൻ്റെ വീട്ടിലുള്ള ഭക്ഷണം ഹരിത അവരെ കൊടുത്ത് ശീലിപ്പിച്ച് അവരെ വളർത്തുന്നുണ്ട്. അപ്പം മറ്റൊരാളുടെ മക്കളെ, അതും കൊച്ചുമക്കളെ ഇതുപോലെ വന്നിരുന്ന് ഈ അസംബന്ധം പറയാനായിട്ട് ഹരിതയ്ക്ക് ഇത് കേസായിട്ട് പോവാവുന്നതാണ്. കാരണം കുട്ടികളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട് ഹരിതയ്ക്ക്. ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. കണ്ട, ഹരിതയുടെ ഫോട്ടോയാണ്, കണ്ടോണം നിങ്ങൾ ശരിക്കും. അപ്പോൾ പറയുന്നത് ഹരിതയുടെ കുട്ടികളെയാണ്. ഹരിത കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, മര്യാദയ്ക്ക് നോക്കുന്നില്ല, അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പം ഇത് തെളിയിക്കേണ്ട ബാധ്യതയും ഈ പറയുന്ന ജസ്ന സലീമിന് തന്നെയാണ്. നമ്മൾ ഇതിലൊന്നും പറയുന്നില്ല. എന്തായാലും കുട്ടികളെ ഇത്തരത്തിൽ, അതും തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ ഹരിതയുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പിഞ്ചു കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. അപ്പോൾ ഹരിത അത് എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്താലും ഹരിതയുടെ ഫോട്ടോ റിമൂവ് ചെയ്താലും എന്താ, ഇത് ഞാനിവിടെ കാണിക്കുന്നത് തെളിവിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? പിന്നെ പോരാത്തതിന് ഒരാളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികച്ചാൽ ആ വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പൊട്ടിച്ചടങ്ങിയ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ വെള്ളം കൊടുക്കുന്നത് എത്ര മോശമായിട്ടുള്ള പരിപാടിയാണ്. ഒരു നല്ലൊരു ഗ്ലാസ് RSSന്റെ ഒക്കെ പരിപാടിയുള്ള സമയത്ത് എന്നെ കൊണ്ട് എങ്ങനെയൊക്കെ ടൈറ്റ് ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ടൈറ്റ് ആക്കിയിട്ടുള്ള ഡ്രസ്സ് തൊട്ട് നീ അതിന്റെ മുമ്പിൽ പ്രചാരണത്തിന്റെ മുമ്പ് പോയിട്ട് കുറച്ച് ആണുങ്ങളുടെ ഉള്ളിൽ കൂടി നടന്ന് നീ നടക്കുന്നില്ലേ ബുള്ളറ്റ് റാണി? അത് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഏരിയസിലോ വേണ്ട ഒരു പെട്രോൾ പമ്പിലോ ഒക്കെ ഒരു ജോലിക്ക് പോയിട്ട് മാസം എന്തായാലും 10,000 രൂപയെങ്കിലും കിട്ടും. നിന്റെ കുഞ്ഞുങ്ങളെ പോയിട്ട് നിനക്കത് മതി. അത് ചെയ്തിട്ട് നിനക്ക് ജീവിക്കാം. അപ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ നിനക്കത് മതി. അപ്പോൾ കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് നോക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നാണ് പ്രധാനമായിട്ട് ഇവിടെ ജസ്ന സലീം ആരോപിക്കുന്നത്. പിന്നെ ഈ പറയുന്ന വസ്ത്രധാരണത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പം മറ്റൊരാളെ അവരുടെ തൊഴിലും വീടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും ആക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ വന്നിരുന്ന് കുത്തിത്തിരിപ്പും പരദൂഷണവും പറയുന്ന ഇത്തരം സ്ത്രീകൾക്കെതിരെയാണ് നമ്മൾ നിയമ നടപടികൾക്ക് പോകേണ്ടത്. അപ്പൊ ഈ ബുള്ളറ്റ് റാണിക്ക് കുറെ ആയിട്ട് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ട് പറ്റുകയെന്ന് വെച്ചാല് ഈ ഏതെങ്കിലും മതപാർട്ടി എന്നല്ല RSSന്റെയോ BJPയുടെ എന്തെങ്കിലും പാർട്ടി പരിപാടി ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ വന്ന് ഏറ്റവും മാക്സിമത്തിൽ ടൈറ്റിലുള്ള ഡ്രസ് ഇട്ടിട്ട് അവളുടെ ഒന്ന് വൾഗാരിറ്റി എന്ന് പറയാം, വൾഗറായിട്ടുള്ള രീതിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് കാണിക്കും. അതിനാണ് അവർക്ക് കൊണ്ട് പറ്റുക. പിന്നെ ബുള്ളറ്റ് റാണി ഇനി വേറൊരു കാര്യം അറിയാം. കണ്ടല്ലോ, ഒരാൾ ശരീരപ്രദർശനം നടത്തുന്നു എന്ന് പരസ്യമായിട്ട് ഫോട്ടോ വെച്ചിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ബുള്ളറ്റ് റാണിയെ, ഞാൻ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായത് സ്ത്രീയല്ല. ആ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായത് ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായത് ആരാണെന്ന് അത് നീയാണ്. നീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതും എന്നതിന് ശേഷം ഇപ്പോഴുള്ള ആ ചെങ്ങായിയുടെ തലയെ കെട്ടി വെച്ചതും ഇപ്പം പിന്നീടുകൊണ്ട് ഏതോ ഒരു വാടക വീട്ടിൽ ശരിക്കും വിലയില്ലാത്ത രീതിയിൽ ഒരു ഇരിക്കാനൊരു കസേര പോലും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന നേരം കൊണ്ട് നീ മറ്റുള്ളവരെ ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന നേരം കൊണ്ട് നീ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നീ എത്രയും പെട്ടെന്ന് ഒരു പെട്രോൾ പമ്പിലോ ഒരു ടെക്സ്റ്റൈൽസിലോ അതുമല്ലെങ്കിൽ. അപ്പം സ്മൃതിക്കെതിരെ ഉയർത്തിയ ആരോപണം പോലെ തന്നെ ഹരിതയ്ക്ക് നേരെയും
വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി എന്നാണ് പറഞ്ഞു വരുത്തുന്നത്. കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ സ്മൃതി പത്തനംതിട്ടയിൽ നിന്ന് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്യാൻ വന്നു എന്ന രീതിയിൽ ഇവർ പറഞ്ഞുണ്ടാക്കിയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഹരിതയുടെ ഫോട്ടോയും വെച്ചിട്ട് ബുള്ളറ്റ് റാണിക്കുള്ള മറുപടി എന്നും പറഞ്ഞിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളാണ്, ഈ അനാവശ്യങ്ങളാണ് പറയുന്നത്. എന്ത് ചെയ്യണം ഇത്തരക്കാരെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. വേണ്ട, ഈ കാറ്ററിംഗ് പരിപാടി ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ കാറ്ററിംഗ് പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്തു. ഒരു കംപ്ലീറ്റ് ഇട്ടാണ് നല്ലത് ചെയ്തു. നിന്റെ ഫ്രണ്ട്സിനൊക്കെ അനുസരിച്ച് കാറ്ററിംഗ് പരിപാടിയൊക്കെ നല്ലത് ചെയ്തു. അപ്പൊ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ കണ്ണനെ വരച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ അപ്പി മാത്രമേ തിന്നുള്ളൂ, ഹിന്ദുക്കളുടെ അപ്പിക്ക് നല്ല സുഗന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പി തിന്നാൻ നടക്കുന്ന നിനക്കും എന്താ പറയുക, വേറെ എന്തെങ്കിലും തൊഴിലിന് പോയിക്കൂടെ? പിന്നെ ഹിന്ദുക്കൾ അപ്പിയിട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്നിട്ട് നീ അപ്പിടാൻ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവോ മോളെ? അപ്പൊ ഈ അപ്പി തിന്നാൻ നടക്കുന്ന നേരം കൊണ്ട് നിനക്കും എന്തെങ്കിലും പെട്രോൾ പമ്പിലൊക്കെ പോയാൽ നല്ല കാശ് കിട്ടൂലോ, ഒന്ന് പോയിക്കൂടെ? മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കും. ഒരിക്കലും നീ ആഘോഷം ചെയ്തു സാരല്ല, വിട്ടേക്ക്. ബുള്ളറ്റ് റാണിക്ക് പെണ്ണാതല്ലേ പറ്റുള്ളൂ. ശരീരം വിട്ട് ജീവിക്കുന്ന അമ്മനെ കണ്ടിട്ടല്ലേ മക്കൾ പഠിക്കുള്ളൂ. അതുകൊണ്ട് നീ ശരീരം വിട്ട് ജീവിച്ചു, നീ ഗർഭിണിയായി, അത് ആഘോഷമാക്കി വേറെ ഏതോരുത്തന്റെ തലയിൽ കയറുകയും ചെയ്തു. ഓക്കെ, അതൊക്കെ സ്വാഭാവികം. നീ ഇപ്പൊ ചെയ്യേണ്ടത്, പറയുന്നത് ആരാണ്? ജസ്ന സലീം. അപ്പൊ നമ്മുടെ സ്മൃതിക്കെതിരെ ഉയർത്തിയ ആരോപണം പോലെ തന്നെ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായി, അത് അബോർഷൻ ചെയ്തു. നിന്റെ കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഹരിത? ശിശുക്ഷേമ സംരക്ഷണ സമിതി ഉണ്ടല്ലോ, പോയി ഒരു പരാതി എഴുതി കൊടുക്ക്, അവരന്വേഷിക്കട്ടെ. ഇമ്മാതിരത്തെ ഫോട്ടോ വെച്ചിട്ട് ശുദ്ധ പോക്രിത്തരം പറയുന്നവരെ പൂട്ടണം. ഇവരൊന്നും ഇങ്ങനെ വളർത്താൻ പാടില്ല. ഇപ്പം ഗർഭിണിയായി അബോർഷൻ ചെയ്തു. ആ പൊടിക്കുഞ്ഞുങ്ങളാണ് ഹരിതയുടെ മക്കള്. ആ കുഞ്ഞുങ്ങളെ പറയുന്ന കണ്ട, അമ്മ ചെയ്യുന്ന കണ്ടാണ് മക്കള് പഠിക്കുള്ളൂ എന്ന്. നല്ല ചിക്കനോ മീനോ, വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ, നിങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ ഉണ്ടാക്കുക, നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല വീടും പരിസരമൊക്കെ ആക്കി എടുക്കാൻ ശ്രമിക്കും. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും, ഞാൻ അപ്പൊ ഹരിതയുടെ പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് നടപടികളാണ് മുന്നോട്ടെടുക്കേണ്ടത് എന്ന് ഹരിത ചിന്തിച്ച് അതിനുള്ള നടപടികൾ എടുക്കുക. യൂട്യൂബറായ ഉത്തരാവുണ്ണി സെയിം വേർഡ് പറഞ്ഞതിന് ഇവർ എന്തൊക്കെ പ്രഹസനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെന്ന് അറിയോ നിങ്ങൾക്ക്? ഉത്തരാവുണ്ണീനെ പറയാത്തതൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിന്റെ മക്കളെ പറയുമ്പോൾ നീ നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് വളർത്തുന്നതെന്ന് പറയുമ്പോൾ എന്താ ചെയ്യണ്ടു? അത് നീ ചെയ്യ. അപ്പം ആദ്യം ദാരിദ്ര്യം മാറ്റിയെടുക്കാൻ നോക്കുക. എന്നിട്ട് മറ്റുള്ളവരെ, ഈ കയ്യിലുള്ളവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുക എന്ന് പറയുന്നത്, അതേമാതിരി ചെയ്യാതെ നീ നിന്റെ കുടുംബവും നിന്റെ കുട്ടികളെയും നിന്റെ ഭർത്താവിന് ആദ്യം ജോലിക്ക് വിടുക. ഈ കണ്ടോനോട് കേസൊക്കെ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കാതെ ഒരു മാന്യമായിട്ടുള്ള ഒരു തൊഴിലെടുത്ത് ജീവിക്കും. ഇനി അത് നിനക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഈ എറണാകുളമൊക്കെ ആ ഒരു സ്ട്രീറ്റിൽ ഒരു 10 മണിക്ക് ശേഷം ഇറങ്ങി നടന്നു. അപ്പോൾ അത്രയെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യും. അതായിരിക്കും നിനക്ക് നല്ലത്. അപ്പം സ്വയം വീടും വീടിന്റെ പരിസരവും കുഞ്ഞുങ്ങളെയും നോക്കിയിട്ട് വേണം അമ്മ പോകും. അതാകുമ്പോൾ നല്ലതാണ്. വേണ്ട വേണ്ട, നീ പമ്പ് പോയിട്ട് പണിയെടുക്കണ്ട. കാരണം ഒരു ചെറിയൊരു തീപ്പൊരി വന്നാൽ മതി, ആ പെട്രോൾ പമ്പിലുള്ള ആ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നതിനെക്കാട്ടിലും വലുതായിട്ട് നീ പൊട്ടിത്തെറിക്കും. കേട്ടല്ലോ, ആരുടെ വീഡിയോ ആണെന്നും ആർക്കെതിരെയാണ് പറഞ്ഞതെന്നും തെളിവ് സഹിതം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആരോപണങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുന്നില്ല, മര്യാദയ്ക്ക് നോക്കുന്നില്ല, വളർത്തുന്നില്ല എന്നൊക്കെയാണ് ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തവും ജസ്ന സലീമിൻ്റെ തന്നെയാണ്. പിന്നെ ഹരിതയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, രാത്രി 10 മണിക്ക് ശേഷം എറണാകുളത്ത് പോയി നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളെല്ലാം കേട്ടല്ലോ, ഞാൻ ഇനി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എന്ത് അനാവശ്യങ്ങളും ഓരോരുത്തരെ വിളിച്ചു പറയാമെന്ന്, ഫോട്ടോ വെച്ചിട്ടായാലും വിളിച്ചു പറയാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. പിന്നെ ഹരിത അബോർഷൻ ചെയ്തു, കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായി അബോർഷൻ ചെയ്തു, നല്ല വീട്ടിലല്ല താമസിക്കുന്നത്, ദാരിദ്ര്യവാസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇത്രയും തെളിവുകൾ ഇങ്ങനെ
ഞാൻ ഈ വീഡിയോ ആക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ റിമൂവ് ആയി പോയാലും ഇതൊരു തെളിവായിട്ട് കിടക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്.